Hi friends, New Vlogsലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കർണാടക സ്റ്റേറ്റിലെ മണ്ഡ്യ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ശർക്കര ഫാക്ടറിയിലേക്കുള്ള യാത്രയാണ്. ഇതിൽ ശർക്കര ഉണ്ടാക്കുന്ന ഓരോ പ്രോസസ്സിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കരുത്. ഇത് മണ്ഡ്യ ഡിസ്ട്രിക്റ്റിലുള്ള ഹൊസഹലി എന്ന ഗ്രാമമാണ്. ഇവിടുത്തെ ജനങ്ങൾ മെയിനായിട്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പിന്നെ കർണാടക സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് മണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഷുഗർകെയിൻ സിറ്റി എന്ന അപരനാമത്തിലാണ് മണ്ഡ്യ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്ന ഏരിയയിലെത്തി. ഇവിടെ ശർക്കര ഉണ്ടാക്കിയ കരിമ്പിൻ്റെ വേസ്റ്റാണ് ഇവിടെ ചുറ്റും കാണുന്നത്. ഇനി ശർക്കര ഉണ്ടാക്കുന്ന രീതി നോക്കാം. ആദ്യത്തെ പ്രോസസ്സിങ് ലോഡ് കണക്കിന് കരിമ്പ് വെട്ടിക്കൂട്ടിയിട്ട് അവ കുറച്ച് മെഷീനിലൂടെ കടത്തിവിട്ട് ജ്യൂസായി എടുക്കുകയാണ് ആദ്യം ചെയ്യുക. പിന്നെ മെഷീനിൽ നിന്ന് വരുന്ന ജ്യൂസ് ഫിൽട്ടർ ചെയ്ത ശേഷം പൈപ്പ് വഴി അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ പോണ്ടിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനിയുള്ള പ്രോസസ്സിങ് ഫിൽട്ടർ ചെയ്ത കരിമ്പ് ജ്യൂസ് വലിയൊരു വട്ടളത്തിൽ ഒഴിച്ച ശേഷം 1-2 ആളുകൾ ചേർന്ന് ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ഇവിടുത്തെ മൺകൂര കൊണ്ടുണ്ടാക്കിയ അടുപ്പ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ്, അടുപ്പത്ത് വെച്ചിരിക്കുന്ന കരിമ്പ് ജ്യൂസ് അത്യാവശ്യം നല്ല ചൂടിൽ വറ്റിച്ചെടുത്ത് അതൊരു പേസ്റ്റ് പരുവമാകുമ്പോൾ അവ കോരിയെടുത്ത് ശർക്കര അച്ചിൽ ഫില്ല് ചെയ്യുന്നു. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ ശർക്കരയുടെ അച്ചിൽ നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അങ്ങനെ നല്ല ഫ്രഷ് ശർക്കര നല്ല ചൂടോടുകൂടി നമ്മുടെ മുമ്പിലെത്തുന്നു. പിന്നെ ഇവിടെ നിന്ന് ശർക്കര പാക്ക് ചെയ്ത് ഇന്ത്യയിലെ പല ഭാഗത്തേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പാക്ക് ചെയ്ത ശർക്കര കേരളത്തിലേക്കുള്ള ഓർഡറാണെന്ന് ഈ ചേച്ചി പറയുന്നു.
അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക്സ്.